വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു. പോളിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകാനും കുട്ടികളുടെ പഠന ചെലവും കടബാധ്യതയും ഏറ്റെടുക്കാനും തീരുമാനമായി. ADM പോളിന്റെ വീട്ടിലെത്തി ഉത്തരവ് വായിച്ചു കേൾപ്പിച്ചു. ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധക്കാർ മൃതദേഹം ആംബുലൻസിൽ നിന്ന് വീട്ടിലേക്ക് ഇറക്കിയത്. അതേസമയം വയനാട് MP രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് തിരിച്ചു. വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും. നിതിൻ, വലിയ പ്രതിഷേധമായിരുന്നു. സഹായധനം പ്രഖ്യാപിച്ച് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് സ്ഥിതിഗതികൾ? വിജി, പോളിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് വയനാട്ടിൽ ഇന്ന് അരങ്ങേറിയത്. പുൽപ്പള്ളിയിൽ പോളിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഏറെ നേരം പുൽപ്പള്ളി ടൗണിൽ ജനങ്ങളുടെ നേതൃത്വത്തിൽ ആംബുലൻസിൽ നിന്നും മൃതദേഹം പുറത്തിറക്കാൻ അനുവദിക്കാതെ പ്രതിഷേധിച്ചു. പുൽപ്പള്ളിയിൽ വനം വകുപ്പിന്റെ വാഹനത്തിന്റെ ടയറിന്റെ കാറ്റഴിച്ചു വിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഇവിടേക്ക് എത്തിയ MLA-മാർക്ക് നേരെ കുപ്പിയെറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് പോലീസ് ലാത്തിച്ചാർജ് നടത്തിയാണ് ജനങ്ങളെ അവിടെ നിന്നും മാറ്റിയത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം, സർക്കാരിൻ്റെ തീരുമാനം വന്നത്. പോളിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായം അനുവദിച്ചിരിക്കുന്നു. ഇതിൽ 5 ലക്ഷം രൂപയുടെ ചെക്ക് ഇന്ന് തന്നെ കൈമാറും. ഭാര്യയ്ക്ക് താൽക്കാലിക ജോലി നൽകാനും തീരുമാനമായിട്ടുണ്ട്. മക്കളുടെ പഠന ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് മൃതദേഹം ആംബുലൻസിൽ നിന്നും പുറത്തേക്ക് ഇറക്കാൻ നാട്ടുകാരും ബന്ധുക്കളും അനുവദിച്ചത്. പോളിൻ്റെ പക്കത്തുള്ള വീടിന് മുന്നിലും സമാനമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ ഉറപ്പ് പോളിൻ്റെ വീട്ടിലെത്തി ഉദ്യോഗസ്ഥർ ഈ ഉറപ്പ് വായിച്ചു കേൾപ്പിച്ചതിന് ശേഷമാണ് മൃതദേഹം പുറത്തേക്കെടുക്കാൻ, ആംബുലൻസിൽ നിന്നും പുറത്തേക്കെടുക്കാൻ ബന്ധുക്കളും നാട്ടുകാരും അനുവദിച്ചത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്ന് വയനാടിൻ്റെ MP രാഹുൽ ഗാന്ധി ഇന്ന് വൈകിട്ടോടുകൂടി വയനാട്ടിലെത്തും. അദ്ദേഹം ഇപ്പോൾ ജോഡോ യാത്ര, രണ്ടാമത് ജോഡോ യാത്രയുടെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശിലുള്ള പര്യടനം അടിയന്തരമായി നിർത്തിവെച്ച് അദ്ദേഹം വൈകിട്ട് 5 മണിയോടുകൂടി വയനാട്ടിലേക്ക് തിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പോളിൻ്റെ വീട്ടിൽ അദ്ദേഹം സന്ദർശനം നടത്തും. രാഹുൽ ഗാന്ധി എത്താത്തതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഇത്തരം വലിയൊരു സംഭവം വയനാട്ടിൽ ഉണ്ടായിട്ടും വയനാട്ടുകാരുടെ MP ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നൊരു ആക്ഷേപം BJP-യും CPM-ഉം ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജോഡോ യാത്ര നിർത്തിവെച്ച് അടിയന്തരമായി വയനാട്ടിലേക്ക് എത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വവും രാഹുൽ ഗാന്ധിയും എത്തിയത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അദ്ദേഹം വയനാട്ടിൽ മരണപ്പെട്ട പോളിൻ്റെ വീട്ടിൽ ഇന്ന് രാത്രിയോടുകൂടി സന്ദർശനത്തിന് എത്തുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ കുടുംബത്തിന് ധനസഹായം അനുവദിച്ചത് 10 ലക്ഷം രൂപയാണ്. 50 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കണമെന്നാണ് വയനാട്ടിലെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടത്. എന്നാൽ താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ അടിയന്തരമായി 10 ലക്ഷം രൂപ അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ഇതിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറാനുള്ള തീരുമാനം കുടുംബത്തെ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഫിജി, ശരി, ജനപ്രതിനിധികൾക്ക് നേരെയും ജനരോഷം ഉണ്ട്. നിധിൻ, വയനാട് MP രാഹുൽ ഗാന്ധി അങ്ങോട്ട് വരാനിരിക്കുന്നു. എങ്ങനെയാണ് ഈ ജനപ്രതിനിധികളോട് ജനങ്ങൾ പ്രകടിപ്പിക്കുന്ന വികാരം എന്താണ്? ഫിജി, പുൽപ്പള്ളി ടൗണിലാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി വലിയ തരത്തിലുള്ള പ്രതിഷേധം അരങ്ങേറിയത്. പുൽപ്പള്ളി ടൗണിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ പോളിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിൽ അവസാനമായി പോളിനെ ഒരു നോക്ക് കാണാൻ വലിയ തരത്തിൽ ജനം തടിച്ചുകൂടിയിരുന്നു. ആ സമയത്ത് ആണ് വനം വകുപ്പിൻ്റെ ഒരു വാഹനം ഇവിടേക്ക് എത്തിയത്. വനം വകുപ്പിൻ്റെ ജീപ്പ് ഇവിടേക്ക് എത്തിയ ഉടൻ തന്നെ ആയിരക്കണക്കിനായ പ്രതിഷേധക്കാർ ജീപ്പിന് മുന്നിലേക്ക് ചാടി വീഴുകയും ജീപ്പ് തടയുകയും ചെയ്തു. തുടർന്ന് ജീപ്പിൻ്റെ ടയറിൻ്റെ കാറ്റഴിച്ചു വിട്ടു. ജീപ്പിന്റെ ഷീറ്റ് വലിച്ചു കയറി. തുടർന്ന് ഒരു ചത്ത പശുവിന്റെ ജഡം ഈ ജീപ്പിന് മുകളിൽ വെച്ചുകെട്ടി ജീപ്പിന് മുന്നിൽ വനം വകുപ്പ് എഴുതിയ റീത്ത് വെച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. ആദ്യഘട്ടങ്ങളിൽ പോലീസിന് സമരക്കാരെ തടയാൻ കഴിഞ്ഞില്ല. കാരണം പോലീസിന്റെ എണ്ണം വളരെ കുറവായിരുന്നു. നിരവധി തവണ പോലീസ് സമരക്കാരോട് മാറിപ്പോകാൻ അഭ്യർത്ഥിച്ചിട്ടും ഇവർ മാറിപ്പോകാൻ തയ്യാറായില്ല. തുടർന്ന് അതേസമയം തന്നെ പുൽപ്പള്ളിയിൽ സർവകക്ഷി യോഗം നടക്കുന്നുണ്ടായിരുന്നു. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിന് ശേഷമാണ് കൽപ്പറ്റ MLA T സിദ്ദീഖ്, മാനന്തവാടി MLA O കേളു, സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ എന്നിവർ ഈ പ്രതിഷേധം നടക്കുന്ന ഇടത്തേക്ക് എത്തിയത്. ഉടൻ തന്നെ ഒരു വിഭാഗം പ്രതിഷേധക്കാർ MLA-മാർക്ക് നേരെ കുപ്പിയും കസേരയും വലിച്ചെറിയുകയായിരുന്നു. ഇതോടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ലാത്തി വീശി ജനങ്ങളെ ഓടിച്ചു. ഇതിന് ശേഷമാണ് ഒരു വലിയ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. വീണ്ടും MLA-മാർക്ക് നേരെ പ്രതിഷേധം. അതിനുശേഷം അരമണിക്കൂറിന് ശേഷം വീണ്ടും പ്രതിഷേധമുണ്ടായി. അപ്പോഴും സമാനമായ രീതിയിൽ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള
ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി സംസാരിച്ചതിന് ശേഷമാണ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിനെ പുൽപ്പള്ളി ടൗണിൽ നിന്ന് മാറ്റാൻ ജനം അനുവദിച്ച്. അപ്പോഴും ജനങ്ങൾ പ്രധാനമായും കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികളായ BJPയും CPMഉം ഉന്നയിച്ച ഒരു പ്രധാന രാഷ്ട്രീയ ആരോപണം, വയനാട് MP ഇത്ര വലിയൊരു പ്രശ്നം വയനാട്ടിൽ ഉണ്ടായിട്ടും വയനാട് MP ഇവിടേക്ക് എത്തുന്നില്ല എന്നൊരു പരാതിയായിരുന്നു ഇവർ ഉന്നയിച്ചത്. തുടർന്ന് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെടുകയും അവരുടെ നിർദ്ദേശാനുസരണം കൂടിയാണ് ജോഡോ യാത്ര അടിയന്തരമായി നിർത്തിവെച്ച് ജോഡോ യാത്ര ഉത്തർപ്രദേശ് അതിർത്തി പ്രവേശിച്ചിരിക്കുകയാണ്. ജോഡോ യാത്ര അടിയന്തരമായി നിർത്തിവെച്ച ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി വയനാട്ടിലേക്ക് തിരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനമെടുത്തത്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ മരണപ്പെട്ട പോളിന്റെ വീട് അദ്ദേഹം സന്ദർശിക്കും, ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുമ്പ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരപ്രകാരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വയനാട് സന്ദർശിക്കണം, അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കണമെന്ന് പ്രതിപക്ഷ MLA-മാരായ IC ബാലകൃഷ്ണനും T സിദ്ദീഖും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 20-ാം തീയതി വനം വകുപ്പ് മന്ത്രിയുടെയും റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും നേതൃത്വത്തിലുള്ള സംഘം വയനാട് സന്ദർശിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്ന് വനം വകുപ്പ് മന്ത്രി വയനാട്ടിൽ സന്ദർശനം നടത്തുമെന്നായിരുന്നു വയനാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിച്ചത്. എന്നാൽ വനം വകുപ്പ് മന്ത്രി ഇന്ന് വയനാട്ടിൽ സന്ദർശനം നടത്തിയില്ല. രാവിലെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഹർത്താൽ ആയതിനാലാണ് താൻ സന്ദർശിക്കാത്തത് എന്നാണ്. എന്നാൽ ഇന്ന് വനം വകുപ്പ് മന്ത്രി വയനാട്ടിൽ എത്തുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ജനങ്ങളുടെ പ്രതിഷേധമുണ്ടാകുമെന്ന് അദ്ദേഹത്തിനറിയാം. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം ഒഴിവാക്കിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫിജി. നിതിൻ പ്രഭാകരൻ റിപ്പോർട്ട് ചെയ്യുന്നു. വയനാട്ടിൽ വലിയ പ്രതിഷേധം അരങ്ങേറുകയാണ്. എന്തായാലും സർക്കാരിന്റെ തലത്തിൽ നിന്ന് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. 10 ലക്ഷം രൂപ സഹായധനം ഉൾപ്പെടെ പ്രഖ്യാപിച്ചു. ഭാര്യയ്ക്ക് ജോലി, മക്കളുടെ പഠനം ഏറ്റെടുക്കും എന്നുള്ള തരത്തിൽ ഇന്ന് വയനാട് MP ജോഡോ യാത്രയുമായി ഉത്തർപ്രദേശിലായിരുന്നു. അദ്ദേഹം ഇന്ന് തന്നെ വയനാട്ടിലേക്ക് തിരിക്കും. ഇന്ന് രാത്രിയോടെ വയനാട്ടിൽ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. സ്ഥിതിഗതികൾ ഏറെക്കുറെ ഇപ്പോൾ ശാന്തമാകുന്നുണ്ട്. പക്ഷേ വലിയ പ്രതിഷേധം അരങ്ങേറുന്ന സാധ്യത നിലനിൽക്കുകയാണ്.